ദൂരെ ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ട ഒരു ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം. ആർത്തു കരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പി ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞു കയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതികൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജ വർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ. തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്ധകവിത്തുകൾ, മരണവക്താക്കൾ ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്കി പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ, മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി. കൂടെ പറന്ന ചോരയ്ക്ക് പകരം